പോസ്റ്റൽ ബാലറ്റ് ലഭ്യമായില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ ഉൾപ്പെടെ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പലതവണ ആവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോസ്റ്റൽ ബാലറ്റ് നൽകിയില്ല എന്നാണ് അവരുടെ വാദം. വിഷയത്തിൽ മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിലപാട് തേടിയിരുന്നു. വിവരങ്ങളുമായി വിപിൻ സി വിജയൻ വീണ്ടും ഫ്ലോറിൽ. പറയൂ വിപിൻ. ഈ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ പരാതിയുടെ ഒരു അടിസ്ഥാനം. അതായത് ഇവർക്ക് പോസ്റ്റൽ ബാലറ്റ് ലഭിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ പോസ്റ്റൽ ബാലറ്റ് ലഭിക്കേണ്ട ഫെസിലിറ്റേഷൻ സെന്ററിലൊക്കെ ചോദിച്ചപ്പോൾ ഇത്തരത്തിൽ പോസ്റ്റൽ ബാലറ്റ് ലഭിച്ചില്ല എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ ആകമാനം തന്നെ ഈ പരാതി ഉയർന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറ്റ്യാടി സ്വദേശിയായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള മുഹമ്മദ് സിനാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഹൈക്കോടതിയിൽ ഈ പരാതിയുമായി എത്തിയത്, ഇങ്ങനെ ഒരു കേസ് നൽകുകയും ചെയ്തത്. ഈ ഹർജി ഇതിനു മുൻപ് തന്നെ പരിഗണിച്ചിരുന്നു. അതായത് ഏപ്രിൽ 8-ാം തീയതി പരിഗണിച്ചിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ തന്നെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടാവും, ആരുടെയും വോട്ടവകാശം നിഷേധിക്കപ്പെടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഉറപ്പ് ഹൈക്കോടതിയിൽ തന്നെ നൽകിയിട്ടുള്ള ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആക്ഷേപം. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ വീണ്ടും ആ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഇതിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം ചോദിച്ചിരുന്നു. എന്തുകൊണ്ട് പോസ്റ്റൽ ബാലറ്റുകൾ എത്തിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരുടേതല്ലാത്ത ഒരു കാരണത്താൽ വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതിന് മറുപടി വേണം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് അതിന് മറുപടി നൽകുകയും ചെയ്യും. അപ്പോൾ വളരെ പ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം സ്വാഭാവികമായിട്ടും ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. ബോധപൂർവമായിട്ടുള്ള ഒരു വീഴ്ച ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.